ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഗണിതം വിഷയത്തിൽ വരുന്ന ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. സോ നമുക്കിവിടെ ചോദ്യങ്ങൾ നോക്കാം. പ്രവർത്തനം 1, സംസ്ഥാന കായികമേള. 2025 സംസ്ഥാന കായികമേളയിൽ 4 പേർ 3000 മീറ്റർ ഓട്ടത്തിനെടുത്ത സമയമാണ് ചുവടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ താഴെ 4 ആൾക്കാരുടെ പേരും അവർ ഓട്ടം പൂർത്തിയാക്കാനെടുത്ത സമയവും തന്നിട്ടുണ്ട്. ആദ്യത്തേത് ഷാരോൺ രാജു 9 മിനിറ്റും 27 സെക്കൻഡുമാണ് എടുത്തത്. മുഹമ്മദ് ഷബീർ 9 മിനിറ്റ് 15 സെക്കൻഡാണ്. റോമൽ ഷാജി 9 മിനിറ്റ് 28 സെക്കൻഡ്. ജഗന്നാഥൻ 9 മിനിറ്റ് 13 സെക്കൻഡ്. നമ്മുടെ ചോദ്യം, മത്സരത്തിൽ വിജയിച്ചത് ആരാണ്? സോ ഇവിടെ ഓട്ട മത്സരം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ആരാണോ ഓടി പൂർത്തിയാക്കിയത് അവരാണല്ലോ ജയിക്കുക. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓടി പൂർത്തിയാക്കിയ ആളാണ് ഒന്നാമത് വരിക. ഇവിടെ ഏറ്റവും കുറഞ്ഞ സമയം എടുത്തത് ജഗന്നാഥനാണ്. 9 മിനിറ്റും 13 സെക്കൻഡുമാണ്. സോ ഇവിടുത്തെ വിജയ് ജഗന്നാഥൻ. ഇനി ബി ചോദ്യം, 3000 മീറ്റർ ഫൈനൽ മത്സരം 2025 ഒക്ടോബർ 23 വ്യാഴാഴ്ചയായിരുന്നു. തൊട്ട് മുൻപും ശേഷവും വരുന്ന വ്യാഴാഴ്ചകളുടെ തീയതി എഴുതുക. 3000 മീറ്ററിൻ്റെ ഫൈനൽ നടക്കുന്നത് ഒക്ടോബർ 23 വ്യാഴാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപേ വരുന്ന തീയതി വരുന്നത് ഏതാണ്? 23-ന് ശേഷം വ്യായം വരുന്ന തീയതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം 23-നോട് 7 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 16 എന്ന് കിട്ടും. സോ 23-ൻ്റെ മുൻപേയുള്ള വ്യായം ഏതാണ്? തൊട്ട് മുൻപുള്ള വ്യായം തീയതി വരുന്നത് 16 ആണ്. ഇനി ശേഷമുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് 23-നോട് 7 കൂട്ടുക, അപ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. 30-ാം തീയതിയും വ്യായമാണ്. സോ നമ്മുടെ ഉത്തരം വരുന്നത് 16, 30 എന്നാണ്. ഈ ചോദ്യം നമ്മളെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുമെന്ന് പറഞ്ഞൊരു ചോദ്യമായിരുന്നു. ക്ലോക്ക് തന്നിട്ട് അതിൽ സമയം വരച്ച് കൊടുക്കാൻ. ഇവിടെ സി ക്വസ്റ്റ്യൻ അതാണ്. 3 മണി 45 മിനിറ്റ് സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കുക എന്നാണ് പറഞ്ഞത്. 3 മണി എന്ന് പറയുന്നത് മണിക്കൂർ സൂചി എവിടേക്കാണ് വരിക? മണിക്കൂർ സൂചി ചെറിയ കട്ടിയുള്ള സൂചിയാണ്, അത് 3-ൻ്റെ നേരെയാണ് വരിക. ഇവിടെ മിനിറ്റ് സൂചി 45 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. 45 എന്ന് പറഞ്ഞാൽ മിനിറ്റിൽ അത് 9 ആണ്. ഇവിടെ 9-നാണ് നമ്മൾ 45 മിനിറ്റ് എന്ന് പറയാം. മിനിറ്റ് സൂചി നിങ്ങൾ 9-ന് നേരെയാണ് വരയ്ക്കേണ്ടത്. സോ നിങ്ങൾ ഇതുപോലെ 3-ൻ്റെ നേരെ ചെറിയ കട്ടിയുള്ള സൂചിയും 9-ന് നേരെ വലിയ കട്ടിയുള്ള സൂചിയും വരച്ച് കൊടുക്കുക. ഇനി ഡി ക്വസ്റ്റ്യൻ. അടുത്തത് ഡി ചോദ്യം, 4 മണി 45 മിനിറ്റ് 15 സെക്കൻഡ് ശരിയായതിനു നേരെ ടിക്ക് ശരി അടയാളം ഇടുക. സമയം തന്നിട്ടുള്ളത് 4 മണി 45 മിനിറ്റ് 15 സെക്കൻഡ് എന്നിങ്ങനെയാണല്ലോ. സോ മണിക്കൂർ സൂചി 4-ന് നേരെ വരണം. മിനിറ്റ് സൂചി 45 എന്നാണ് പറഞ്ഞത്. 45 എന്നുള്ളത് 9 ആണ്, 9-ന് നേരെ വരണം. ഇനി സെക്കൻഡ് സൂചി ഇവിടെ 15 സെക്കൻഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം 15 എന്ന് ഉദ്ദേശിക്കുന്നത് 3-ന് നേരെ എത്തുമ്പോഴാണ്. സോ സെക്കൻഡ് സൂചി നമ്മൾ 3-ൻ്റെ നേരെയും ആയിരിക്കണം. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. മണിക്കൂർ സൂചി 4-മേലാണ്, മിനിറ്റ് സൂചി 9-ലാണ്, സെക്കൻഡ് സൂചി 3-ലാണ്. അടുത്തത് പ്രവർത്തനം 2 എയും ബിയും വരുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. സോ നമുക്ക് എ ചോദ്യം നോക്കാം. സഞ്ചയിക നിക്ഷേപം. നീലമല LP സ്കൂളിലെ 4 ക്ലാസ്സിൽ നിന്ന് കിട്ടിയ സഞ്ചയിക നിക്ഷേപമാണ് താഴെ തന്നിരിക്കുന്നത്. 4 ക്ലാസ്സിൻ്റെതും തന്നിട്ടുണ്ട്, എത്രയാണ് തുക എന്നുള്ളതുമാണ് തന്നിട്ടുള്ളത്. 1-ാം ക്ലാസ്സിൻ്റെത് 2150 ആണ്. 2-ാം ക്ലാസ്സിൻ്റെത് 4245 ആണ്. 3-ാം ക്ലാസ്സിൻ്റെത് 3200 ആണ്. 4-ാം ക്ലാസ്സിൻ്റെത് 4238 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തുക കിട്ടിയ ക്ലാസ് ഏതാണ്? ഇവിടെ ഏറ്റവും കൂടുതൽ തുക ഏതാണെന്ന് നോക്കിക്കേ, 4245 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അത് കിട്ടിയ ക്ലാസ് ആണ്. സോ ഇവിടെ ഉത്തരം വരുന്നത്
ക്ലാസ് 2 എന്നാണ്. നിങ്ങൾ അവിടെ തന്നിട്ടുള്ള കോളത്തിലേക്ക് ക്ലാസ് 2 എന്ന് മാറ്റി എഴുതണം. അടുത്ത ബി ചോദ്യം, കിട്ടിയ തുകയെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. സോ നമുക്ക് കോളത്തിൽ പട്ടികയിൽ തന്നിട്ടുള്ള തുകയെല്ലാം നമ്മൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. സോ ആദ്യം നിങ്ങൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നമുക്കറിയാം, 4245 ആണ്. അതാണ് ആദ്യം എഴുതേണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വലുത് ഏതാണ്? 4138 ആണ്. പിന്നെ 3200, പിന്നെ 2150. സോ ഇവിടെ നിങ്ങൾ ഈ ഒരു രീതിയിലേക്കാണ് സംഖ്യകൾ മാറ്റി എഴുതേണ്ടത്. ഇനി സി ചോദ്യം, 1-2 ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ ആകെ തുക എത്ര? സോ നമ്മൾ ഇവിടെ 1-ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ തുകയും 2-ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ തുകയും കൂടി കൂട്ടണം. 1-ാം ക്ലാസ്സിൻ്റെ തുക 2150 എന്നാണ് വരുന്നത്. 2-ാം ക്ലാസ്സിൻ്റെ തുക 4245 എന്നാണ് വരുന്നത്. സോ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ നിങ്ങൾ കൂട്ടി നോക്കുക. നമുക്ക് ഉത്തരം 6395 എന്ന് കിട്ടും. ഇവിടെ ആകെ തുകയുള്ളത് 6395 ആണ്. ഇനി ഡി ചോദ്യം, 3-ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ തുകയേക്കാൾ എത്ര കൂടുതലാണ് 4-ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ തുക? സോ ഇവിടെ അത് കാണാൻ വേണ്ടിയിട്ട് 4-ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയ തുകയിൽ നിന്ന് 3-ാം ക്ലാസ്സിൻ്റെ തുക കുറച്ച് നോക്കിയാൽ പോരെ. അപ്പോഴാണ് നമുക്ക് 3-ഉം 4-ഉം ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം കാണാനാവുള്ളൂ. ഇവിടെ 3-ാം ക്ലാസ്സിന് 3200 ആണ്. എന്നാൽ 4-ാം ക്ലാസ്സിന് 4238 ഉണ്ട്. സോ കൂടുതൽ 4-ാം ക്ലാസ്സിനാണ്. എത്ര കൂടുതലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 4238 നിന്ന് 3200 കുറച്ച് നോക്കുക. നമുക്ക് ഉത്തരം 1038 എന്ന് കിട്ടും. സോ ഇവിടെ 4-ാം ക്ലാസ്സിന് 3-ാം ക്ലാസ്സിനേക്കാൾ 1038 തുകയാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഇനി ചോദ്യം, ഈ ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പാറ്റേണിനു നേരെ അടയാളപ്പെടുത്തുക. ഇവിടെ നോക്കിക്കേ, ഏതാണ് ശരിയായ രീതിയിൽ പോകുന്ന പാറ്റേൺ? അതായത് ഒരു നിശ്ചിത വ്യത്യാസത്തിൽ, ഒരു പ്രത്യേകതയിൽ പോകുന്ന പാറ്റേൺ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ പാറ്റേൺ നോക്കിക്കേ, 3950, 4450, 4950, 5950. ഇവിടെ നോക്കിക്കേ, പാറ്റേണിലെ ആദ്യ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 500 ആണ്. പിന്നെയും 500 വന്നു, പക്ഷേ പിന്നെ 1000 ആണ് വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ ഇതൊരു ശരിയായ രീതിയിലുള്ള പാറ്റേൺ അല്ല. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2655, 2756, 2857, 2958. ഇവിടെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 101 ആണ് വരുന്നത്. സോ ഇതൊരു ശരിയായ പാറ്റേൺ ആണ്. എല്ലാ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസവും 101 എന്ന രീതിയിലാണ് പോകുന്നത്. സോ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി സി ചോദ്യം നോക്കിക്കേ, 2000, 3500, 6000. ഇതും ശരിയായ രീതിയിലുള്ള ഒരു പാറ്റേൺ അല്ല. ഒരു നിശ്ചിത വ്യത്യാസത്തിലല്ല ഈ ഒരു പാറ്റേൺ പോകുന്നത്. ഓപ്ഷൻ ഡി 1275, 1325, 1375, 1475. ഈ പാറ്റേണും തെറ്റാണ്. ഇതും ശരിയായ രീതിയിലുള്ള ഒരു പാറ്റേൺ അല്ല. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി മാത്രമാണ്. ഇനി പ്രവർത്തനം 2B, മൈതാനം. മൈതാന നിർമ്മാണത്തിന് പണം ശേഖരിക്കാനായി നന്മ ക്ലബ്ബ് തട്ടുകട തുടങ്ങി. കടയിൽ നിന്ന് ഓരോ ദിവസവും കിട്ടിയ തുക താഴെ തന്നിരിക്കുന്നു. സോ ഇവിടെ മൈതാന നിർമ്മാണത്തിന് പണം ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നന്മ ക്ലബ്ബ് ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട്. സോ അതിൽ നിന്നും കിട്ടുന്ന തുകയാണ്, ഓരോ ദിവസവും കിട്ടുന്ന തുകയാണ് ഇവിടെ താഴെ നിങ്ങൾക്ക് പട്ടികയിൽ തന്നിട്ടുള്ളത്. തിങ്കൾ കിട്ടുന്നത് 7985, ചൊവ്വ കിട്ടുന്നത് 7455, ബുധൻ കിട്ടുന്നത് 8494, വ്യാഴം കിട്ടുന്നത് 8980, വെള്ളി കിട്ടുന്നത് 8593. സോ ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എ ചോദ്യം, ഏറ്റവും കൂടുതൽ തുക കിട്ടിയത് ഏത് ദിവസമാണ്? സോ ഇവിടെ ഏതാണ് ഏറ്റവും വലിയ തുക എന്ന് നോക്കിക്കേ. ഈ പട്ടികയിൽ ഏറ്റവും വലിയ തുക ഏതാണ്? ഏറ്റവും വലിയ തുക 8980 ആണ്. പക്ഷേ എന്നാൽ ഇവിടെ തുകയല്ല ചോദിച്ചിട്ടുള്ളത്, ദിവസമാണ്. തുക കിട്ടിയ ദിവസമാണ്. ഉത്തരം വരുന്നത് വ്യാഴം.
ചോദ്യം ബി നോക്കിക്കേ. കിട്ടിയ തുകയെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്പെടുത്തി എഴുതുക. ഇവിടെ ആദ്യം നിങ്ങൾ ഏറ്റവും ചെറിയ തുകയാണ് എഴുതേണ്ടത്. അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്ന രീതിയിലാണ് ഇവിടെ കോളത്തിൽ എഴുതി കൊടുക്കേണ്ടത്. ഏറ്റവും ചെറിയ തുക ഏതാണെന്ന് നോക്കിക്കേ. 7455, പിന്നെ 7985, പിന്നെ 8494, പിന്നെ 8593, പിന്നെ 8980. സോ നിങ്ങൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. ഈ ഒരു ഓർഡറിൽ നിങ്ങളിവിടെ താഴത്തെ കോളത്തിൽ എഴുതി കൊടുക്കുക. അടുത്തത് സി ചോദ്യം ഒരു അബാക്കസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വെള്ളിയാഴ്ച കിട്ടിയ തുകയെ അബാക്കസിൽ ചിത്രീകരിക്കുക. സോ ഇവിടെ വെള്ളിയാഴ്ച എത്രയാണ് തുക കിട്ടിയിട്ടുള്ളത്? 8593. സോ അവിടെ നിങ്ങൾ അബാക്കസിൽ എഴുതുമ്പോൾ ഈ 8593 ഒന്നാം സ്ഥാനത്ത് ഏതാണ് വരുന്നത് അത് ആദ്യം എഴുതുക. പിന്നെ 10ാം സ്ഥാനത്ത് വരുന്നത് എഴുതുക. പിന്നെ 100, 1000 എന്നിങ്ങനെയാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ 8593 എന്ന് പറയുന്നതിൽ ഒന്നാം സ്ഥാനത്ത് 3 മുത്തുകളാണ് വരയ്ക്കേണ്ടത്. ന്റെ സ്ഥാനത്ത് 9 എന്നാണുള്ളത്. സോ നിങ്ങൾ അവിടെ 9 മുത്തുകൾ വരയ്ക്കുക. 100ന്റെ സ്ഥാനത്ത് 5 എന്നാണുള്ളത്. സോ നിങ്ങൾ 5 മുത്തുകൾ വരയ്ക്കുക. 1000ന്റെ സ്ഥാനത്ത് 8 എന്നാണുള്ളത്. സോ നിങ്ങൾ അവിടെ 8 മുത്തുകളാണ് വരച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ജസ്റ്റ് വരകളാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ മുത്തുകളാണ് വരച്ചു കൊടുക്കേണ്ടത്. ഡി ചോദ്യം വെള്ളിയാഴ്ച കിട്ടിയ ഈ തുകയെ ബുധനാഴ്ച കിട്ടിയ തുകയാക്കാൻ അബാക്കസിൽ വരുത്തേണ്ട മാറ്റം എന്ത്? ചുവടെ തന്നതിൽ ശരിയായ ഉത്തരം അടയാളപ്പെടുത്തുക. ഇവിടെ വെള്ളിയാഴ്ച കിട്ടിയ തുക ബുധനാഴ്ചയാക്കുകയാണ് വേണ്ടത്. വെള്ളിയാഴ്ച തുക എന്ന് പറയുന്നത് 8593, ബുധനാഴ്ചത്തെ തുക എന്ന് പറയുന്നത് 8494. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1ന്റെ സ്ഥാനത്ത് വെള്ളിയാഴ്ച 3 ആണുള്ളത്, ബുധനാഴ്ചയിൽ 4 എന്നാണുള്ളത്. പിന്നെ 100ന്റെ സ്ഥാനത്ത് വെള്ളിയാഴ്ചയിൽ 5 എന്നാണുള്ളത്, ബുധനാഴ്ചയിൽ 4 എന്നാണുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? 100ന്റെ സ്ഥാനത്തുള്ള ഒരു മുത്തിനെ എടുത്ത് 1ന്റെ സ്ഥാനത്തേക്ക് കൊടുത്താൽ മതിയല്ലോ. വെള്ളിയാഴ്ചത്തെ തുകയിൽ 8593 5 എന്നതിൽ ഒരു മുത്ത് കൊടുത്ത് 3ലേക്ക് കൊടുക്കുക. സോ അവിടെ എന്താവും? 4 എന്നും 3 എന്നുള്ളത് 4 എന്നും ആവും. അപ്പോൾ നമ്മുടെ ബുധനാഴ്ചത്തെ തുകയായിട്ടുണ്ട്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി പ്രവർത്തനം 3 നിഷയുടെ സമ്പാദ്യത്തിൽ നിന്ന് പിൻവലിച്ച തുക നോക്കുക. നിഷ നിക്ഷേപിച്ച തുകയാണല്ലോ തന്നത്. അവള് 2/5/2025 നിക്ഷേപിച്ചത് 9980 ആണ്. സോ അവളുടെ അക്കൗണ്ടിൽ അന്ന് ബാക്കിയുള്ളത് 9980 രൂപയാണ്. ഇനി അവൾ പിൻവലിച്ചു. 8ാം തീയതി ആയപ്പോൾ അവൾ അതിൽ നിന്ന് കുറച്ച് തുക പിൻവലിച്ചു. എത്രയാണ് പിൻവലിച്ചത്? 4000 രൂപയാണ് പിൻവലിച്ചത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം നിഷയുടെ സമ്പാദ്യത്തിൽ എത്ര രൂപയാണ് ബാക്കിയുള്ളത്? 9980 നിന്നും അവൾ 4000 രൂപ പിൻവലിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ 9980 നിന്നും 4000 രൂപ കുറച്ച് നോക്കുക. അപ്പോൾ നമുക്ക് 5980 എന്ന് കിട്ടി. അവളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് ബാക്കിയുള്ള തുക എന്ന് പറയുന്നത് 5980 രൂപയാണ്. ബി ചോദ്യം ചുവടെ തന്നതിൽ 4000 രൂപയ്ക്ക് തുല്യമായത് ഏതാണ്? ശരിയായതിനു നേരെ അടയാളപ്പെടുത്തുക. ഓപ്ഷൻ എയിൽ തന്നിട്ടുള്ളത് 6500, 650 എന്നാണ്. 6500 എന്ന് പറയുമ്പോൾ 3000 ആയി, 650 എന്ന് പറയുന്നത് 300 ആണ്. സോ ഇവിടെ 3300 രൂപയാണ് വരുന്നത്. അത് തെറ്റാണ്. നമുക്ക് 4000 കിട്ടണം. 6500, 500 എന്ന് പറയുമ്പോൾ 3500 ആണ് വരുന്നത്. അതും തെറ്റാണ്. 4000 ആകില്ല. ഇനി സി നോക്കിക്കേ. 6500 3000 ആയി, 5200 എത്രയാണ്? 1000 ആണ്. 3000 പ്ലസ് 1000 നമുക്ക് 4000 എന്ന് കിട്ടി. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. സിക്ക് നേരെ നിങ്ങൾ ശരി കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി ചോദ്യം സി നിഷ ബാങ്കിൽ നിന്ന് പിൻവലിച്ച 4000 രൂപയുമായി തുണിക്കടയിൽ പോയി.
വാങ്ങിയ സാധനങ്ങളും വിലയും നോക്കൂ. നിഷ തുണിക്കടയിൽ പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി? ടീഷർട്ട് വാങ്ങി, ജീൻസ് വാങ്ങി, ഫ്രോക്ക് വാങ്ങി. ടീഷർട്ടിന് 360 രൂപയാണ്, ജീൻസിന് 1150 രൂപയാണ്, ഫ്രോക്കിന് 795 രൂപയാണ്. ഇനി നമ്മളോട് ചോദിച്ചത് സാധനങ്ങൾ വാങ്ങാനായി ആകെ എത്ര രൂപ ചെലവായി നോക്കാൻ വേണ്ടിയിട്ട് അവൾ വാങ്ങിയ ഇനങ്ങളുടെ വില കൂട്ടി നോക്കിയാൽ മതിയല്ലോ. അത് 360 കൂട്ടണം 1150 കൂട്ടണം 795. നമുക്ക് ഉത്തരം 2305 എന്നാണ് കിട്ടുക. ഇവിടെ അവൾ ആകെ ചിലവാക്കിയത് 2305 രൂപയാണ്. ഇനി ഡി ചോദ്യം, ഒരു ബാഗ് കൂടി വാങ്ങിയപ്പോൾ ആകെ 2900 രൂപയായി. പിൻവലിച്ചതിൽ ബാക്കി എത്ര രൂപയുണ്ട്? സോ ഇവിടെ അവൾക്ക് ആകെ മൊത്തത്തിൽ ചിലവായത് എത്ര രൂപയാണ്? 2900. എത്രയാണ് ബാക്കിയുള്ളത്? അവൾ 4000 ആണല്ലോ പിൻവലിച്ചത്. അതിൽ 2900 ചിലവായി കഴിഞ്ഞ് ബാക്കി എത്രയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 4000-ൽ നിന്ന് 2900 രൂപ കുറച്ച് നോക്കിയാൽ മതിയല്ലോ. സോ നമുക്കിവിടെ 4000-ൽ നിന്ന് 2900 കുറയ്ക്കുമ്പോൾ നമുക്ക് 1100 എന്നാണ് ഉത്തരം കിട്ടുക. ഇവിടെ കയ്യിൽ ഇപ്പോൾ ബാലൻസ് ബാക്കിയായിട്ടുള്ളത് 1100 രൂപയാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനാണ്. സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറുകളിൽ, സംഖ്യകളിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ആദ്യത്തേത് മാത്രം നോക്കിക്കേ. ഇവിടെ തന്നിട്ടുള്ള സംഖ്യകളിൽ ആദ്യത്തെ 2 മാത്രം നോക്കുക. അതായത് 76, 75, 74 എന്നിങ്ങനെയാണല്ലോ പോകുന്നത്. പിന്നെ 72, 71, നടുവിൽ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അതെന്താണ് വരിക? 74ൻ്റെ താഴെയുള്ളത് എന്താണ്? 73 ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ 73 എഴുതുക. ഇനി അടുത്ത 2 സംഖ്യകൾ നോക്കുക. 90, 80, 70 എന്നിങ്ങനെയാണല്ലോ പോകുന്നത്. അടുത്തത് എന്ത് വരും? 60, പിന്നെ 50, 40 ആണ്. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതി കൊടുക്കാം? 70ൻ്റെ താഴെയുള്ളത് 70-ൽ നിന്ന് 10 പോയാൽ 60 ആണ്. സോ നമുക്കവിടെ 60 എന്ന് എഴുതി കൊടുക്കുക. നമ്മളിവിടെ പൂർത്തിയാക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 7360 എന്നാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? അടുത്തത് പ്രവർത്തനം 4, കലണ്ടർ കണക്ക്. നമ്മൾ ഇതേ മോഡലുള്ള ഒരു മാതൃകാ ചോദ്യം ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിരുന്നില്ലേ? കലണ്ടറിൻ്റെ ഒരു ചോദ്യം നിർബന്ധമായിട്ടും വരുമെന്ന് പറഞ്ഞിരുന്നു. അതേ മോഡലുള്ളൊരു ചോദ്യമാണിത്. ഇവിടെ നിങ്ങൾക്ക് ഒക്ടോബർ 2025 കലണ്ടറാണ് തന്നിട്ടുള്ളത്. അതിൽ വ്യാഴം 2-ാം തീയതി ഗാന്ധി ജയന്തിയാണെന്ന് തന്നിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് ദീപാവലി എന്നും തന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസത്തിലെ ആദ്യ ബുധനാഴ്ച ഏത് തീയതിയാണ്? ഇവിടെ ആദ്യ ബുധൻ വരുന്നത് നമുക്ക് വ്യാഴം 2 ആണെന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ബുധൻ 1 അല്ലേ? തൊട്ട് പിന്നിലുള്ളത് 1-ാം തീയതി ആയിരിക്കും. അത് ബുധനാഴ്ചയാണ്. സോ നമുക്കിവിടെ ആദ്യ ബുധൻ തീയതി വരുന്നത് 1. അടുത്ത ചോദ്യം, കലണ്ടറിൽ ദീപാവലി ഏത് തീയതിയിലാണ്? നമുക്കവിടെ ദീപാവലി എന്ന് കലണ്ടറിൽ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ഏത് തീയതിയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. തിങ്കളാഴ്ചയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തിങ്കൾ 1-ാം തീയതിയാണെന്ന് നമുക്കറിയാം. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, തീയതി കിട്ടാൻ വേണ്ടിയിട്ട് 7 കൂട്ടിയാൽ മതിയല്ലോ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ 1 കൂട്ടണം 7, നമുക്ക് 8 എന്ന് കിട്ടി. 8-നോട് 7 കിട്ടിയാൽ താഴെയുള്ളത് കിട്ടി, 15 ആണ്. ഇനി 15-നോട് 7 കൂട്ടുക, താഴെയുള്ളത് കിട്ടാൻ 22 എന്ന് കിട്ടി. ദീപാവലിയുടെ തീയതിയാണ് കാണേണ്ടത്. 22-ൻ്റെ തൊട്ട് ബേക്കിൽ 21 ആണ് വരിക. 21-ൻ്റെ തൊട്ട് ബേക്കിൽ 20 ആണ്. ദീപാവലിയുടെ തീയതി കിട്ടിയില്ലേ? 20-ാം തീയതിയാണ് ദീപാവലി കിട്ടുക. സോ നമ്മുടെ ഉത്തരം 20. അടുത്ത ചോദ്യം, നവംബർ 1 ശനിയാഴ്ചയാണ്. നവംബർ 9 ഏതു ദിവസമാണ്? നവംബർ 1 ശനിയാണെങ്കിൽ നമുക്കറിയാം 1-നോട് 7 കൂട്ടുക, നവംബർ 8 എന്ന് കിട്ടും. 8 ശനിയാഴ്ചയാണ്. സോ 9, 8 കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് 9. 8 ശനിയാണെങ്കിൽ 9 ഞായറാണ്. നമ്മുടെ ഉത്തരം ഞായർ. ഇനി ഡി ക്വസ്റ്റ്യൻ, ഡിസംബർ 1 തിങ്കളാഴ്ചയാണ്. ഡിസംബർ മാസത്തിൽ ആകെ എത്ര തിങ്കളാഴ്ചകളുണ്ട്? ഡിസംബർ 1 തിങ്കളാണെങ്കിൽ 8 തിങ്കളായിരിക്കും,
15 തിങ്കളായിരിക്കും, 22 തിങ്കളായിരിക്കും, 29 തിങ്കളായിരിക്കും. സോ ഇങ്ങനെ ഏഴ് ദിവസം കൂട്ടിപ്പോകുമ്പോൾ അതൊക്കെ തിങ്കളായിരിക്കുമല്ലോ. സോ ഇവിടെ എത്ര ദിവസം വരുന്നുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 ദിവസമാണ് തിങ്കളാഴ്ച വരുന്നത്. ഇനി ചോദ്യം ഈ ദീപാവലി മുതൽ ഒക്ടോബർ അവസാന തീയതി വരെ എത്ര ദിവസങ്ങളുണ്ട്? ചുവടെ കൊടുത്തതിൽ ശരിയായത് നേരെ ടിക്കിടുക. അതായത് ദീപാവലി മുതൽ ഒക്ടോബർ അവസാനം വരെ എത്ര ദിവസമുണ്ടെന്നാണ് ചോദിച്ചത്. ഒക്ടോബറിൽ 31 ദിവസമാണുള്ളത്. ദീപാവലി വരുന്നത് 20-ാം തീയതിയാണല്ലോ. 20-ാം തീയതി മുതൽ 31-ാം തീയതി വരെ എത്ര ദിവസങ്ങളാണ് വരുന്നത്? 12 ദിവസങ്ങളാണ് വരുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി നമ്മുടെ അവസാനത്തെ പ്രവർത്തനമാണ്. 5-ൽ എയും ബിയും ചോദ്യമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ 5A മുത്തുകൾ. 36 മുത്ത് വീതം 4 പേർക്ക് കൊടുക്കാൻ ആകെ എത്ര മുത്തുകൾ വേണം? സോ ഇവിടെ 36 മുത്തുകൾ 4 ആൾക്കാർക്ക് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ 4 36 വേണം. സോ നമുക്ക് നോക്കാം. 36 ഗുണിക്കണം 4 എത്രയാണ്? 144 ഇവിടെ നമുക്ക് 144 മുത്തുകൾ വേണം 4 പേർക്ക് കൊടുക്കാനായിട്ട്. ഈ ചോദ്യം ബി 36 മുത്തുകൾ അനുവും ബിനുവും കൂട്ടങ്ങളാക്കിയത് 3-ന്റെ 12 കൂട്ടം, 2-ന്റെ 18 കൂട്ടം എന്നിങ്ങനെയാണ്. മാതൃക പോലെ 36-നെ വ്യത്യസ്ത കൂട്ടങ്ങളാക്കി എഴുതുക. സോ ഇവിടെ ബിനു എഴുതിയത് 18 ഗുണിക്കണം 2 എന്നാണ്. അനു എഴുതിയത് 12 ഗുണിക്കണം 3 എന്നാണ്. നമുക്ക് 36-നെ ഇങ്ങനെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? 6 ഗുണിക്കണം 6 എന്ന് എഴുതാം. 6 ഗുണിക്കണം 6 36 ആണ്. പിന്നെ 9 ഗുണിക്കണം 4 എന്നും എഴുതാം. അതും നമുക്ക് 36 എന്നാണ് കിട്ടുക. ചോദ്യം സി 9 ഗുണിക്കണം 8 72 ആണ്. 11 ഗുണിക്കണം 8 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട ശരിയായ നേരെ ശരി അടയാളപ്പെടുത്തുക. ആദ്യം നിങ്ങൾ 18 ഗുണിക്കണം 8 എത്രയാണ്? 88 ആണ്. നമുക്ക് 88 എന്ന ഉത്തരം കിട്ടുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ഏത് ആണെന്ന് നോക്കാം. 72-നോട് 9 കൂട്ടിയ സംഖ്യ. 72-നോട് 9 കൂട്ടിയാൽ നമുക്ക് 81 ആണ് കിട്ടുക. അത് തെറ്റാണ്. ഇനി 72-നോട് 8 കൂട്ടിയാൽ നമുക്ക് 80 ആണ് കിട്ടുക. അതും തെറ്റാണ്. 72-നോട് 2 തവണ 8 കൂട്ടിയ സംഖ്യ. അപ്പോൾ നമുക്ക് 88 കിട്ടും. ഇവിടെ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. 72-നോട് 2 തവണ 8 കൂട്ടിയ സംഖ്യ. അടുത്ത ചോദ്യം ഡി. ഒരു സംഖ്യയെ എ കൊണ്ട് ഗുണിച്ചാൽ 140 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ എ കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? ഒരു സംഖ്യയെ എ കൊണ്ട് ഗുണിച്ചാൽ 140 കിട്ടുകയാണെങ്കിൽ അടുത്ത സംഖ്യ കൊണ്ട് എ ഗുണിച്ചാൽ എത്ര കിട്ടും ചോദിച്ചാൽ 140-നോട് 7 കൂട്ടിയാൽ മതി. ഇവിടെ നമുക്ക് ഉത്തരം 147 എന്നാണ് കിട്ടുക. അടുത്തത് പ്രവർത്തനം 5-ൽ ബി ചോദ്യമാണ്. ശാസ്ത്രോത്സവം. സ്കൂൾ തല ശാസ്ത്രോത്സവത്തിൽ വിവിധ മേളകളിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നോക്കൂ. ഇവിടെ താഴെ ഗാനമേളയ്ക്ക് 23, പ്രവൃത്തി പരിചയമേള 30, സാമൂഹ്യ ശാസ്ത്രമേള 22, ശാസ്ത്രമേളയ്ക്ക് 25 കുട്ടികൾ എന്നിങ്ങനെയാണ് നിങ്ങൾക്ക് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ബാഡ്ജ് കൊടുത്തു. ഒരു ബാഡ്ജിന് 6 രൂപയാണ് ചിലവായത്. സോ ഈ ശാസ്ത്രോത്സവത്തിന് പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം മുകളിലത്തെ പട്ടികയിൽ തന്നിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. 6 രൂപയാണ് ഓരോ ബാഡ്ജിനും ചിലവായത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി എ ചോദ്യം. പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ബാഡ്ജ് നൽകാൻ ചിലവായ തുക എത്ര? ഒരു കുട്ടിക്ക് ഒരു ബാഡ്ജ് വാങ്ങണമെങ്കിൽ 6 രൂപയാണ്. ഇവിടെ എത്ര കുട്ടികളുണ്ട്? നമുക്ക് കൂട്ടി നോക്കണം. ഈ പട്ടികയിൽ തന്നിട്ടുള്ള പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും കൂടി പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം നമുക്ക് വേണം. സോ ഇവിടെ ആകെ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 23 കൂട്ടണം 30 കൂട്ടണം 22 കൂട്ടണം 25 ആണല്ലോ. നമുക്ക് കുട്ടികളുടെ എണ്ണം 100 എന്ന് കിട്ടും. 100 ആൾക്കാർക്ക് 6 രൂപ വീതം വെച്ച് ചിലവായിട്ടുണ്ട്. സോ നമുക്ക് ബാഡ്ജിന് ചിലവായ ആകെ തുക എന്ന് പറയുന്നത് 100 ഗുണിക്കണം 6 600 എന്ന് കിട്ടി.
നമ്മുടെ ഉത്തരം 600 അത് നിങ്ങൾ പെട്ടിയിലേക്ക് മാറ്റി എഴുതുക. ഇനി ചോദ്യം ബി, ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും നോട്ട്ബുക്ക് സമ്മാനമായി കൊടുത്തു. ഒരു നോട്ട്ബുക്കിന് 20 രൂപയാണ് വില. ആകെ എത്ര രൂപ ചിലവായി? സോ ഒരു നോട്ട്ബുക്കിന് 20 രൂപയാണ്. 100 കുട്ടികൾക്ക് 20 രൂപയുടെ നോട്ട്ബുക്ക് കൊടുക്കുമ്പോൾ 100 ഗുണിക്കണം 20 എന്ന് വരും. എത്രയായി? നമുക്ക് 2000 എന്ന് കിട്ടി. സോ ഇവിടെ നോട്ട്ബുക്കിന് ചിലവായ തുക 2000 രൂപയാണ്. അടുത്തത് സി, പാറ്റേൺ പൂർത്തിയാക്കുക. ഇവിടെ താഴെ നിങ്ങൾക്കൊരു പാറ്റേൺ തന്നിട്ടുണ്ട്. അതിൽ ഒരു നമ്പർ, ഒരു സംഖ്യ എന്താണ്, മിക്സിംഗ് ആണ്. അവിടെയാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്. ഈ ഒരു പാറ്റേണിന് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിച്ചാലാണ് നമ്മൾക്കിത് എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ പറ്റുക. നോക്കിക്കേ, നമ്മുടെ പാറ്റേൺ പോകുന്നത് 1000, 2000, 4000, പിന്നെ തന്നിട്ടില്ല 16000 എന്നിങ്ങനെയാണ്. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? നോക്കിക്കേ, 1000 + 1000 എത്രയാണ്? 2000 ആണ്. അതാണ് രണ്ടാമത് എഴുതിയത്. ഇനി 2000 കൂട്ടണം 2000, അതാണ് 4000 എഴുതിയത്. ഇനി നമുക്ക് എന്ത് എഴുതാം? 4000 കൂട്ടണം 4000 എത്രയാണ്? 8000. സോ നിങ്ങളവിടെ മിസ്സായെടുത്ത് 8000 എന്ന് എഴുതി കൊടുക്കുക. നമ്മുടെ ഉത്തരം ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അടുത്ത നമ്പർ 16000 എന്ന് തന്നിട്ടുണ്ട്. 8000 കൂട്ടണം +8000 എത്രയാണ്? 16000 അല്ലേ? 8 കൂട്ടണം 8 16 ആണ്. സോ നമ്മുടെ ഉത്തരം ശരിയാണ്. ഇവിടെ പൂർത്തിയാക്കേണ്ടത് നമ്മൾ 8000 എന്നാണ്. ഇനി ചോദ്യം ഡി, 10 ഗുണിക്കണം 9 90 ആണ്. 13 ഗുണിക്കണം 9 എന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട് ശരിയായതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ആദ്യം നമുക്ക് 13 ഗുണിക്കണം 9 എത്രയാണെന്ന് കാണണം. അതിന് തുല്യമായത് ഏതാണെന്നാണ് നമ്മൾ താഴെ തന്നിട്ടുള്ളതിൽ നോക്കേണ്ടത്. ഇവിടെ 10 ഗുണിക്കണം 9 90 ആണ് തന്നിട്ടുണ്ട്. 13 ഗുണിക്കണം 9 117 എന്ന് നമുക്ക് കിട്ടും. 117നോട് തുല്യമായത് ഏത്? 90നോട് 9 കൂട്ടിയ സംഖ്യ. അത് 99 അല്ലേ? 117 ആവില്ലല്ലോ. സോ എ തെറ്റാണ്. ഇനി 90നോട് 3 പ്രാവശ്യം 9 കൂട്ടിയ സംഖ്യ, അത് ശരിയാണ്. നമുക്ക് 117 എന്നാണ് കിട്ടുന്നത്. 90നോട് 3 പ്രാവശ്യം 9 കൂട്ടിയ സംഖ്യ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് ഉത്തരം വരുന്നത്. സോ മക്കളെ, ഇത്രയുമാണ് നമ്മുടെ ചോദ്യ പേപ്പർ വരുന്നത്. നിങ്ങൾക്ക് ഈ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ എന്ന് നിങ്ങൾ കമൻ്റായിട്ട് പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ പുതിയൊരു ചാനലാണ്. സോ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.